കമ്പ്യൂട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. നമ്മളുടെ ബാങ്ക് എക്സാംസിന്റെ സിലബസ് ഭയങ്കര ടഫാണെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അവയർനെസ് തരാനായിട്ട് ബാങ്ക് എക്സാംസിന് എന്താണ് പഠിക്കാനുള്ളത്, എങ്ങനെയാണ് ബാങ്ക് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുക, അതിന്റെ സിലബസ് എന്താണെന്നുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കാര്യങ്ങളാണ് വെച്ചിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എന്തുള്ളൂ ബാങ്ക് എക്സാമിന് പ്രധാനമായിട്ടും പഠിക്കാനുള്ളൂ. ഇപ്പൊ നമുക്കൊരു കാര്യം എടുക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതേപോലെ റീസണിങ്, ദെൻ നമുക്ക് ഇംഗ്ലീഷ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. കമ്പ്യൂട്ടറിന്റെ ബേസിക് ഒക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വൺസ് പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതൊന്ന് റിവൈസ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരാണെങ്കിൽ നമ്മൾ മറ്റുള്ള എക്സാമുകളിൽ കേൾക്കുന്ന പോലെ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ്, ട്രിഗണോമെട്രി, ഓൾജിബ്ര, ജോമെട്രി അങ്ങനത്തെ വലിയ ആൾക്കാരൊന്നും ഇവിടെ ഇല്ല. അതേപോലെ തന്നെ മെൻസ്ട്രുവേഷൻ ആണെങ്കിൽ തന്നെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത്. അതേപോലെ ടഫ് ആയിട്ടുള്ള മാത്സിന്റെ ഒരുപാട് കാര്യങ്ങൾ എന്തിനില്ല, ബാങ്ക് എക്സാംസിന് ഇല്ല എന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പൊ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ അളവുകൾ കുറവാണ്. സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റി തുടങ്ങി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറ്. അതേപോലെ അരിത്തമെറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, DIs, നമ്മൾ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനുള്ള പ്രാധാന്യം കുറച്ച് ബാങ്ക് എക്സാംസിന് എന്താണ് കൂടുതലാണ്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പെർസെൻറ്റേജിന്റെ റേഷ്യോന്റെ അപ്ലിക്കേഷൻ ആണ് അവിടെ കൂടുതലായിട്ടും വരിക. റീസണിങ്ങിലേക്ക് വരാണെങ്കിലും നമുക്ക് എന്താണ് പസിൽസ് ആണ് കൂടുതൽ സോൾവ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മൾ വൺസ് അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് സ്പീഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇംഗ്ലീഷിലേക്ക് വരാണെങ്കിൽ കോംപ്രഹെൻഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ട്, ഗ്രാമർ ആയിട്ടുള്ള ഗ്രാമർ ചെക്കിങ്, അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളാണ് ഇംഗ്ലീഷിൽ വരാറുള്ളത്. അപ്പൊ നമുക്ക് ഇതും എല്ലാം 10ാം ക്ലാസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ എന്ത് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ദെൻ നമുക്ക് ജനറൽ അവയർനെസ് ആണ്, GK അല്ല. GK എന്ന് പറഞ്ഞാൽ വൈഡ് ആയിട്ട് ഹിസ്റ്ററി, ജോഗ്രഫി, സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കണ്ട. 6 മാസത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ്, അതാണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിസർവ് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത്ര കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത്. അതും 6 മാസത്തെ കാര്യങ്ങൾ. കമ്പ്യൂട്ടർ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണല്ലോ. നമുക്ക് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാവും, ഒരു മെയിൻസ് ഉണ്ടാവും. ക്ലർക്കൽ പോസ്റ്റുകളിലേക്ക് ഈ 2 ഫേസ് ആണുള്ളത്, ഒരു പ്രിലിമിനറി എക്സാമിനേഷനും അതേപോലെ തന്നെ ഒരു മെയിൻസും. PO ഓഫീസർ പോസ്റ്റുകളിലേക്ക്, ഇപ്പൊ ഇൻഷുറൻസ് എക്സാമുകൾക്കും ബാങ്ക് എക്സാമിനും ഒരേ സിലബസും ഒരേ എക്സാം പാറ്റേൺ ആണ്. അവിടെ നമുക്ക് എന്തുണ്ടാവും, ഒരു പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ മെയിൻസിൽ ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാവും. ദെൻ നമുക്ക് ചിലപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെയും വരുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള സിലബസ്, അതായത് നമുക്ക് 10ാം ക്ലാസ് ബേസ് ചെയ്തുള്ള 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒരു ഡിഗ്രിക്കാരന് അല്ലെങ്കിൽ ഒരു ഡിഗ്രിക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ടും ബാങ്ക് എക്സാമുകൾക്ക് ഉള്ളത്. അതേപോലെ തന്നെ ബാങ്ക് എക്സാമിൽ മറ്റ് എക്സാമുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, ഇവിടെ ടൈം മാനേജ്മെന്റിന് ഇത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സ്പീഡ് കാൽക്കുലേഷനും വളരെ സ്പീഡിൽ പസിൽസ് സോൾവ് ചെയ്യുക. ഇംഗ്ലീഷ് ആയാൽ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ വേഗം ചെയ്തെടുക്കുക. ഇതിനാണ് ഇമ്പോർട്ടൻസ്. അതിനുള്ള രീതിയിലുള്ള കോച്ചിങ് കാര്യങ്ങൾ, ട്രെയിനിങ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാങ്ക് എക്സാംസ് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാങ്ക് എക്സാംസിന്റെ സിലബസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു സിലബസ് അല്ല, ചെറിയൊരു സിലബസ് ആണ്. ആ സിലബസ് ബേസ് ചെയ്ത് നമ്മൾ ആ സിലബസിൽ ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ടൈം മാനേജ്മെന്റിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നവർക്കാണ് ജോലി കിട്ടുക. അപ്പോൾ അത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള എന്ത് ചെയ്യണം, ട്രെയിനിങ് നിങ്ങൾക്ക് വേണം. ആ രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബാങ്ക് എക്സാംസ് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ നല്ല ഉയർന്ന സാലറി ഉള്ള ജോലിയാണ് ബാങ്കിലെ ജോലികളെല്ലാം എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ജസ്റ്റ് ആ സിലബസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ആ ധാരണകളെല്ലാം തെറ്റ് തന്നെയാണ്. ഇപ്പൊ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ മറ്റുള്ള എല്ലാ എക്സാമുകളും പഠിക്കുന്ന പോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ഇല്ല, ബാക്കി എല്ലാ കാര്യങ്ങളും ആ സെയിം സിലബസ് ആണ്. ഇംഗ്ലീഷിനും സെയിം തന്നെയാണ്.
റീസണിങ്ങിനും സെയിം തന്നെയാണ്. ആ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളൂ. ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇല്ല. ക്ലിയർ ആണെന്ന് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം നമ്മളുടെ കൗൺസിലിംഗ് ടീം തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. കാരണം ഒരുപാട് വേക്കൻസീസ് ബാങ്കിങ് മേഖലയിൽ ഇക്കൊല്ലം വരുന്നുണ്ട്. കാരണം ബാക്ക് ടു ബാക്ക് നോട്ടിഫിക്കേഷൻസ് ബാങ്കിങ് മേഖലയിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻഷുറൻസ് സെക്ടറിലും നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക്